അർച്ചന എന്റെ ഭാര്യയാണ് സാറേ. ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. ഇപ്പൊ പറ സാറേ, ഞാൻ ഭ്രാന്തനാണോ? സമൃദ്ധയെന്ന് നിങ്ങൾ വിളിക്കുന്നത് എന്റെ അർച്ചനയല്ലേ? ചതിച്ചതും വഞ്ചിച്ചതും ആരാണെന്ന് ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? എന്റെ ജീവിതം ഇല്ലാതാക്കിയത് ആരാണെന്ന് ഇനി ഞാൻ സാറിനോട് പറയണോ? നിങ്ങളാ. നിങ്ങൾ ഒരേ ഒരാളാ. അതിന് നിങ്ങൾക്ക് മാപ്പില്ല. ഇനി സാറിന് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. സത്യം അതിന്റെ പൂർണ്ണ രൂപത്തിലെത്താ സാറിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതിലും വലിയ എന്ത് തെളിവാ സാറിന് ഇനി വേണ്ടേ? ഇനി പറ സാറേ, എന്റെ അർച്ചന എങ്ങനെ സാറിന്റെ ഭാര്യ സമൃദ്ധയായി? അവൾ എങ്ങനെ എന്നെ മറന്നത്? എങ്ങനെ അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത്? ഈ ദൃശ്യങ്ങളെല്ലാം സച്ചി എന്നെ നേരത്തെ കാണിച്ചിരുന്നു. സച്ചിയുടെ ഭാര്യയാണ് അർച്ചനയെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. വേണമെങ്കിൽ നിയമപരമായി ആളും ബഹളുമായിട്ട് സാറിന്റെ വീട്ടിൽ വന്ന് സച്ചിക്ക് അർച്ചനയെ പിടിച്ചോണ്ട് പോവാൻ സാധിക്കുമായിരുന്നു. ഒരു ദിവസം സച്ചി ആ വീടിന് മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതുവാ. പക്ഷെ സാറിന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, കുടുംബം, അഭിമാനം ഇതെല്ലാം സച്ചിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയപ്പോ കുറച്ചുകൂടി കാത്തിരിക്കാൻ സച്ചി തയ്യാറായി. ഇതെല്ലാം സാറിനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ സച്ചിയുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സമയം ചോദിച്ചത്. എന്നോടും എന്റെ അർച്ചനയോടും ചെയ്തത് തെറ്റാണെന്നുള്ളിൽ ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ ഇയാൾ നമ്മളെ കാണാൻ സമ്മതിക്കാതിരുന്നത്, അല്ലേ സാറേ? എന്റെ ജീവിതത്തിന്റെ 10 വർഷങ്ങൾ, എന്റെ സന്തോഷങ്ങൾ, എന്റെ കുടുംബം, ഇതെല്ലാം ഇനി നടത്തി മാറ്റിയത് എന്തിനായിരുന്നു സാറേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയേ? എന്റെ അർച്ചന, അവളെങ്ങനെ നിങ്ങളുടെ ഭാര്യയായി? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് സാറ് പൊയ്ക്കോ. പത്ത് വർഷമായി സച്ചി, ഞാൻ ഈ സത്യം നെഞ്ചിലടക്കി കഴിയാൻ തുടങ്ങി. എന്നെങ്കിലും ഈ സത്യം പുറത്തു വരുമ്പോ എന്റെ ജീവിതം തകരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല.